നമസ്കാരം. ഞാൻ യുഎഇയിൽ വന്നിട്ട് 14 വർഷമായി. അപ്പോൾ ആ 14 വർഷം കൊണ്ട് എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ് ഞാൻ ചുരുക്കി പറയാം. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി, അതിൽ ഒരെണ്ണം പറയാം. അപ്പോൾ എൻ്റെ അച്ഛൻ പ്രവാസിയായിരുന്നു, സൗദിയിലായിരുന്നു അച്ഛൻ. എൻ്റെ ചെറുപ്പത്തിൽ പോയിട്ട് എൻ്റെ കല്യാണ ശേഷമാണ് അച്ഛൻ വന്നത്. അപ്പോൾ അച്ഛൻ സമ്പാദിച്ചതൊക്കെ സൗദിയിൽ ജോലി ചെയ്തിട്ട് ഉള്ള സമ്പാദ്യം കൊണ്ടാണ്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും യുഎയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും അങ്ങനെ നമ്മൾ ഒരു വീടൊക്കെ വെച്ച് അങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിലാണ് വരുന്നത്. വന്ന് എനിക്ക് ജോലി കിട്ടി, പിന്നെ ഹസ്ബൻഡിന് ജോലി കിട്ടി. അങ്ങനെ ഞങ്ങളൊരു 1 ഇയർ കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര റെൻ്റാണ്. അപ്പം അങ്ങനെ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി വന്നു. അപ്പം നമ്മൾ ഒരാവശ്യമില്ലാതെ എന്താ പറയുന്നത്, പലരുടെയും വാക്കുകൾ കേട്ടിട്ട് നമ്മളൊരു സ്ഥലം വാങ്ങി. അപ്പോൾ സ്ഥലം വാങ്ങി അത് കഴിഞ്ഞൊരു 1 ഇയർ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓരോ ആവശ്യമില്ല. അപ്പം വെറുതെ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് വീട് വെച്ചാലോ എന്നൊരു ആലോചന. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു കോൺട്രാക്ടറെ കണ്ടു. നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് റെൻറ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു വീട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അയാൾ പറഞ്ഞു മാറ്റിയിട്ട്, ഇല്ല നിങ്ങൾ എന്തായാലും വെക്കല്ലേ, അപ്പം നല്ല രീതിയിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഡ്ജറ്റിനൊക്കെ അപ്പുറമുള്ള ഒരു വീട് നമ്മൾ വെക്കാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്, എനിക്ക് പ്രൈവറ്റ് ക്ലാസ്സുകളുണ്ട്. അപ്പം നമ്മൾ ഓക്കെ നമുക്ക് വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ അതുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ നമുക്ക് വീട് പണി തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങേര് നന്നായിട്ട് പറ്റിച്ചു എന്ന് മനസ്സിലായി. നമ്മുടെ നിന്ന് കുറേ പൈസ ഇങ്ങേര് പറ്റിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ അയാളുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരാൾക്ക് കൊടുത്തു. ഈ രണ്ടാമത്തെ ആൾ നമ്മളെ പറ്റിച്ചോ ഇല്ലയോ എന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ നമ്മളുടെ നിന്ന് ഒരുപാട് പൈസ പോയി. പക്ഷേ അതിൻ്റെ റിസൾട്ടൊന്നും വീട്ടിൽ കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡ് വരുന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോഴത്തേക്കിനും വീട് പണി സ്റ്റോപ്പായി. പിന്നെ ലോണുകളൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ, ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഹസ്ബൻഡിന് ജോലിയില്ല, എയർപോർട്ടിലായിരുന്നുകൊണ്ട് എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്തു. അങ്ങനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന ഒരു വലിയ എമൗണ്ട് നമുക്കുണ്ടായിരുന്ന ഇൻകം അത് പകുതിയായിട്ട് കുറഞ്ഞു. അപ്പം പിന്നീട് എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ആ സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ചിലവരൊക്കെ അതിൽ നിന്ന് പെട്ടെന്ന് സർവൈവ് ചെയ്ത് വന്നു ആഫ്റ്റർ കോവിഡ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അങ്ങനെ എന്തായാലും വളരെ ബുദ്ധിമുട്ടിയിട്ട് വീട് പണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെറിയ പ്രായത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ പൈസ പെട്ടെന്ന് നമ്മൾ ഒരു വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മോഹൻലാൽ ചോദിക്കുന്നുണ്ട് ഒരു സിനിമയിൽ, 3 പേരുള്ള ഒരു ഫാമിലിക്ക് എന്തിനാ സാറേ 4 മുറിയുള്ള വീട്, അതിൽ കടം വാങ്ങിച്ച് വീട് വെച്ചിട്ട് നമ്മൾ ടെൻഷനോടുകൂടി കിടന്നുറങ്ങുന്നതിനേക്കാളും നല്ലത് ചെറിയൊരു വീട് വെച്ചിട്ട് മനസ്സമാധാനത്തോടുകൂടി അവിടെ താമസിക്കുന്നതല്ലേന്ന്. ശരിക്കും എൻ്റെ അനുഭവത്തിൽ അത് വളരെ 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 സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നാട്ടിൽ വലിയൊരു വീടിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക.